ഞങ്ങൾ കഷ്ടപ്പെട്ട് പാടന്മാരുണ്ടാക്കിയ പാട്ടെടുത്ത് ഇവിടെ റീമിക്സ് ചെയ്ത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഇറക്കാം. നിങ്ങളുടെയൊക്കെ പാട്ട് എനിക്കെടുത്ത് പാടിക്കൂടാ പോലും. ഹേ, ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ കളരി പരമ്പര ദൈവങ്ങളെ എടാ അതല്ലല്ലോ ഇവിടെ പറയേണ്ടത്. അത് ശരിയാണല്ലോ, അതല്ലല്ലോ ഇവിടെ പറയണ്ടേ. ഇത് ശബരിമലയ്ക്ക് മുമ്പ് വിളിക്കുന്നല്ലേ? നിങ്ങൾ വെറുതെ എന്നെ കൂടി തെറ്റിക്കാതെ ഞാനൊരു കണക്കിന് ആരിലൂടെ പിടിച്ചിട്ട് ഞാനൊരു ആവേശം ഞാൻ പറയാം. തെക്ക് ദേശവും വടക്ക് ദേശവും വാഴുന്ന മാലോകരറിയാൻ. അടിപൊളി, കൊള്ളാം. ഈ ലൈൻ പിടിച്ചപ്പോ പിടിച്ചോ. തെക്ക് ദേശവും വടക്ക് ദേശവും വാഴുന്ന മാലോകരറിയാൻ. ഇത് ഇന്ന് അങ്കത്തട്ടായി മാറുകയാണ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദി. പൊളിക്കും. കല്ലുച്ചക്കവരെ അംഗത്തിനുള്ള സമയമായി കഴിഞ്ഞു. നമുക്ക് ഏറ്റവും ആദ്യത്തെ സംഘത്തെ ഈ അങ്കത്തട്ടിലേക്ക് വിളിച്ചാലോ? ശരി മാത്തുച്ചേക്കവരെ, അങ്ങനെയാണെങ്കിൽ വിളിക്കൂ കല്ലുച്ചക്കവരെ. കടത്തനാടൻ അമ്പാടി നയിക്കുന്ന ദേവാസുരം കളരി സംഘം. കലു, ഇത് കൊള്ളാലേ? അളിയോ അളിയോ എന്ന് വിളിച്ചിട്ടല്ലേ പാട്ടും. അളിയോന്നല്ല വിളിച്ചത്, പിന്നെതാ ഒലിയോ താലപ്പലി. ഓ, ഒലിയോന്നായിരുന്നു. ഞാൻ അളിയോ അളിയോന്നാ കേട്ടുവിട്ടിരുന്നത്. ആ നടുക്ക് നിൽക്കുന്ന ആളിനെ കണ്ടോ? ആ പൗരുഷം, ആ അഭിജാത്യം, ആ കുലമഹിമ, അദ്ദേഹമാണ് കടത്തനാടൻ അമ്പാടി. ഓ, അത് ഇതാണോ? ഞാൻ പെട്ടെന്ന് വെച്ച് പാണ്ടിപ്പടയിലുള്ള ആരണ്ട് വന്നു. വെറുതെ ഇല്ല ഇല്ല കലു മാത്തു, ഇവര് കലിപ്പാണ്. അല്ല, ഇവർക്ക് കളരി നന്നായിട്ട് അറിയാം. നമ്മൾ വെറുതെ ഇതും പിടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. നമ്മളെ പോലെ തന്നെ കളരി കാണിക്കുമ്പോ പേടിയുള്ള ഒരാൾ ഇവർക്ക് ഒപ്പമുണ്ട്. ഇവരുടെ എല്ലാം ഗുരുസ്ഥാനീയനാണ്. പേര് മരങ്ങോടർ. അരിങ്ങോടർ? അരിങ്ങോടർ. ഓ, അതെങ്ങനെ ഈ അരിങ്ങോടർ എന്നുള്ള പേര് വന്നേ? അത് ബഹുരസമാണ്. എനിക്ക് ഈ അംഗം ഇല്ലാത്ത സമയത്ത് എനിക്ക് അല്പം ഈ പാചകത്തിന്റെ പരിപാടിയുണ്ട്. അപ്പൊ എന്റെ കൈസഹായത്തിന് പച്ചക്കറിയൊക്കെ അരിയാൻ ഇവനെയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവൻ എന്ത് സാധനം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇട്ടേ ചോടും. പകുതി വഴിക്കാക്കി ഇട്ടേ ചവന് ഓടും. അതുകൊണ്ടാണ് ഞാൻ അവനെ അരിങ്ങോടർന്ന് വിളിക്കുന്നത്. ഇവന്റെ ഒരു അനിയനുണ്ട്, അവന്റെ പേര് കേട്ടാ നിങ്ങൾ അത് ഇതിനേക്കാൾ രസമാണ്. അതെന്താ? മണി ഓർഡർ. അതെന്താ അങ്ങനെ? ഞാൻ എവിടുന്നേലും എന്തേലുമൊക്കെ ജോലി ചെയ്ത് അല്പം മണി വീട്ടിൽ കൊണ്ടുവെക്കും, അത് അവൻ എടുത്തോണ്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള പിള്ളേരുണ്ടായോ എന്ത് ചെയ്യുമല്ലേ? അതെ, കുറച്ചു നേരമായിട്ട് എന്നെ തുറിച്ചു നോക്കുന്ന ഈ പുള്ളിക്കാരന്റെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞിരാമൻ എന്നാണ്. കുഞ്ഞിരാമനോ? ഏത് മറ്റേ കുഞ്ഞിരാമായണത്തിലെ? അല്ലെന്ന്, പുണാരത്തിലെ കുഞ്ഞിരാമൻ. വടക്കമ്പാട്ടിലെ കുഞ്ഞിരാമൻ. അതാണ് ആ കുഞ്ഞിരാമനാണ്. പുള്ളിക്കാരൻ എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നേ? അയ്യോ, അത് നിങ്ങളെ തുറിച്ചു നോക്കുന്നതല്ല. പിന്നെ ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ണിയാർച്ച. ഇവൾ അങ്ങയെ നോക്കുന്നു, ഇവൻ തുറിച്ചു നോക്കുന്നതാണ്. അങ്ങനെ സംഗതി ഇപ്പൊ പിടികിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് ഏതാണ്ടൊരു വഴിയൊക്കെ ആയത്. ഉണ്ണിയാർച്ചയുടെ നാക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അറക്കവാളിനേക്കാൾ മൂർച്ചയാണ്. ആ നാക്കിന് അത്ര മൂർച്ചയുള്ളത് കൊണ്ടാണ് പേര് ഉണ്ണിയാർച്ച എന്നായത്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി അവിടെ പോയി ഒന്ന് ഇരിക്കുവാണെങ്കിലേ നമുക്ക് ഈ പരിപാടി പതിയെ അങ്ങ് തുടങ്ങായിരുന്നു. കല്ലുച്ചക്കവരെ, രസമെന്നു വെച്ചാൽ എല്ലാവരുടെ കയ്യിൽ വാളുണ്ട്, അത്യാവശ്യം മസിലും പിടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ കൂടുതൽ തള്ളി നിൽക്കുന്നത് വയറാണ്. കല്ലുച്ചേകവരെ, നമുക്ക് അടുത്ത കളരി സംഘത്തെ വിളിച്ചാലോ? വിളിക്കാൻ സമയമായി മാത്തുച്ചേകവരെ. വടക്കൻ കളരികളിൽ അങ്ങേയറ്റം പയറ്റി തെളിഞ്ഞ ആ സംഘാംഗങ്ങൾ വരുന്നു. ഇനി ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഈ അങ്കത്തട്ടിലേക്ക് വരുന്നു ചന്തു നയിക്കുന്ന മധുരരാജ കളരി സംഘം. ദൂരം വീട്ടിൽ
അരെ വാ. ഗംഭീരം ഗംഭീരം. ഞാൻ കൊതിയൻ ചന്തു. കൊതിയനോ? കൊതിയനാ? അതെ, യുദ്ധം ചെയ്യാനുള്ള കൊതി മൂലമാണ് ഞാൻ കൊതിയൻ ചന്തു. പക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചതിയൻ ചന്തു എന്നാണ്. ചതിയൻ ചന്തു എന്ന് നാട്ടുകാർ വിളിക്കുന്നതല്ലേ, പക്ഷെ ഞാൻ ശരിക്കും കൊതിയൻ ചന്തുവാണ്. അത് വയറ് കാണുമ്പോ അറിയാം കൊതിയൻ ചന്തുവാണ്. ഈ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, എന്താണ് ഈ തലയ്ക്കകത്ത പ്ലാസ്റ്റർ? ഈ പ്ലാസ്റ്ററോ? ആ ഇതായിരിക്കണം ഉണ്ണിയാർച്ചയല്ലേ? ആ അവൾ ഇന്നലെ രാത്രി എന്നെ അറയിലേക്ക് ക്ഷണിച്ചു. അതിനല്ല അവൾ അറയില് മഴ പെയ്തൊരു ചോർച്ച, ഞാൻ കയറി ആ ചോർച്ച അങ്ങോട്ട് അടച്ചു. അവളുടെ ഭർത്താവതി ഇരിക്കണ മണക്കോടനുണ്ടല്ലോ കുഞ്ഞിരാമൻ, അവനും കൂടെ കയറി വന്ന വഴി തന്നെ ഞാൻ എടുത്ത് ചാടി. അവനടുത്ത് കിണ്ടിയെടുത്ത ഒറ്റ ഏറി 3 തുന്നല. ചന്തുവാങ്ങളെ കേട്ടാ വിളിക്കണത് കേട്ടാ, കിണ്ടി കൊണ്ട് എറിയിക്കാനാണ്. ഈ ചന്തു ഏത് കടാപ്പുറത്ത് യുദ്ധം കഴിഞ്ഞിട്ട് വന്നേക്കണെയാണ്? കടപ്പുറം ചന്തു വന്നിരിക്കുക. ടീം അങ്ങടിയല്ലേ? വള മക്കളെ. ഈ നിരയിൽ ഒരു സിംഹാസനം ബാക്കിയുണ്ടല്ലോ. ഇവിടെ ഒരാളിപ്പോ വരും. ഞങ്ങളുടെ പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരാളാ. ഓ അത് ശരി, നിങ്ങളുടെ കളരി പരമ്പരയിലുള്ള ഒരു PR കക്ഷിയാണ്. ആ ആൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റാ അത്. എന്നിട്ട് പുള്ളി എവിടെ? ഇപ്പൊ വരും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. അതെ ആരാ? മോൻ പാണനാര്? പാണനായിരുന്നു നീ മഹാബലിയുടെ പാട്ടൊക്കെ പാടുന്നത്. മഹാബലിയുടെ പാട്ടാണ് പാടി. ഇത് ഓണത്തിന് പാടുന്നതല്ലേ? മാറിപ്പോയാ? ആ പക്ഷെ ഒരേ ഈണത്തിൽ 3-4 പാട്ടും ഉണ്ടാക്കി. ഇത് മഹാബലിയും ഞാനും കൂടെ ഡൗട്ട് അടിച്ചത് ക്ലീശ ആവുമല്ലോ. ഇത് മൊത്തം കൂടെ ക്ലാസ് അടിച്ചിട്ട് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? കാര്യം നിങ്ങൾ അറിയിച്ചു, ഞാനും മഹാബലി ഒരു കാലഘട്ടത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ ഈഗോ അടിച്ച് മരിക്കൂലായിരുന്നു. സത്യം. ഇത് ഒരേ ഈണോ ഒരേ രാഗം ഒരു പാട്ട്. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ എൻട്രി പൊളിഞ്ഞ നാണക്കേട്ടല്ലേ, ഞാൻ പോയിട്ട് ഒന്നുകൂടെ വന്നാലോ? പാണനാട് പോകുന്നു, വീണ്ടും ഒന്നും കൂടി വരുന്നു. പോയിട്ട് ഞാൻ എന്റെ പാട്ട് പാടിയിട്ട് വരാം. പാണനാരുടെ പാട്ട് പാടി. എന്റെ പാട്ട് പാടിയിട്ട് വരാം. അതല്ലേ അതിന്റെ അതാണ് നല്ലത്. നല്ലത്. ഒന്നാമത് ഈ പാട്ട് പൊളിഞ്ഞെന്ന് പറഞ്ഞ പാണനക്ക് നാണക്കേട്. ഇതാണോ നിങ്ങളുടെ PR? അല്ല, ഒറിജിനൽ പാട്ടുമായിട്ട് ഇപ്പൊ വരും. വരുമോ? മോഹമുന്തിരി വാറ്റിയരാവ് സ്നേഹരതിയുടെ രസനിലാവ് ഹൃദയരാഗം ചിറകിൽ വീശും മധുര വീഞ്ഞിൽ ശലഭമായി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഐറ്റം സോങ്? ഇത് സണ്ണി ലിയോണി ചേച്ചിയുടെ പാട്ടല്ലേ? നിങ്ങൾ അതിന്റെ ഈണം തെറ്റിച്ച് പാടി അലമ്പുവാക്കി. ഇത് കൊള്ളാലോ കഥ. ഞങ്ങൾ കഷ്ടപ്പെട്ട് പാടന്മാരുണ്ടാക്കിയ പാട്ടെടുത്ത് ഇവിടെ റീമിക്സ് ചെയ്ത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഇറക്കാം. നിങ്ങളുടെയൊക്കെ പാട്ട് എനിക്കെടുത്ത് പാടിക്കൂടാ പോലും. ഹേ അതെന്ത് ഹേ ന്യായം? ഹേ ഹലോ പാണനാരെ, ഓ ഒരു അരമണിക്കൂർ ആ ഉടുക്കം തരാവോ? എന്തിനാണോ? ഓ വന്ദേ മുകുന്ദഹരയുടെ ടിക്ടോക്ക് ചെയ്തിട്ട് തിരിച്ചു തരാറുണ്ട്. എന്നാ പിന്നെ നോമങ്ങട് നമ്മുടെ സീറ്റ് അവിടെ ആയിരിക്കും അല്ലേ? ആയിക്കോട്ടെ, ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി. എന്താ ഇങ്ങനെ? ഈ പുത്തൂരം ബാർബറിന്റെ അടുത്ത് ആ പുല്ലന്റെ അടുത്ത് 50 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുടിയുടെ കനം ഒന്ന് കുറച്ചു തരാൻ. ഈ കുടുമി കാരണം നടക്കാൻ വേണ്ടി ചരിഞ്ഞരിഞ്ഞ് പോവാ. വെയിറ്റ് കൂടുതലാ, ബാലൻസ് പോകുന്നു. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ മോഹൻലാലേ എന്നാ വിളിക്കുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇതിനാണല്ലേ കേശഭാരം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോ ഒരു സുഖമുണ്ട് കേട്ടോ, എപ്പോഴും ഇങ്ങോട്ട് ചരിഞ്ഞെങ്കിൽ ഇരിക്കാമല്ലോ. ശരിക്കും പാണനാര് സണ്ണി ലിയോണിന്റെ പാട്ട് കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം പുള്ളിക്കാരിയെ, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എന്ത് കണ്ടു? പുത്തൂരം വീട്ടിൽ ചില ദിവസം ഞാൻ ആ ജനൽ ഭാഗത്തോടെ നടന്നു പോകുമ്പോഴേ ഈ ആരോമലുണ്ണി അവിടെ ഇരുന്ന് കാണുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് ചോദിച്ചായിരുന്നു ഇതാരാ, അപ്പൊ പുള്ളിക്കാരൻ പറയാ ഇത് സണ്ണി ലിയോൺ ആർച്ചയെന്ന്. ശരിക്കും ആ പാട്ട് നമ്മളൊന്ന് ഇട്ട് തന്നു കഴിഞ്ഞാലേ അതേപോലെ ഒന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമോ പാണനാർക്ക്?
പാട്ടാണ് നമ്മുടെ മെയിൻ. ഇത് നാട്ടിൽ പാട്ടാവില്ലെങ്കിൽ ഞാൻ ചെയ്യാം. എന്നാ പിന്നെ പാണനാര് വാ. ഓ പാട്ടിടാം. അങ്ങനെ പാണനാര് പുഴുക്കാൻ പോകുന്നു. കല്ലൂരി കാര്യം ഞാൻ പറയട്ടെ, അതായത് ജസ്റ്റ് ഒന്ന് ഡാൻസ് കളിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇത്രയും സ്റ്റെപ്പ് വെച്ചിട്ട് അവൻ ഡാൻസ് കളിക്കണമെങ്കിൽ മിനിമം അത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. എന്നെ പോയി പാടുന്നാരേ. സത്യത്തിൽ ആരോമലുണ്ണിയുടെ മൊബൈലിലാണോ അത് കണ്ടത്, അതോ സ്വന്തം മൊബൈലിലാണോ? ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്കത് പ്രൊജക്ടറിലിട്ട് കാണിച്ചോളൂ. മാത്തുച്ചേകവരെ പറയൂ കല്ലൂച്ചേക്കവരെ. ഇന്ന് നമ്മുടെ ഈ റോക്ക് ആൻഡ് റോളിൽ നടക്കുന്ന അംഗം കാണാനായിട്ട് അങ്ങ് കോഴിക്കോട് ദേശത്ത് നിന്നും 2 പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓ, അതെങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാണ് ആ ഖ്യാതി? നമ്മുടെ പാണനാർ കോഴിക്കോട് മുഴുവൻ പാടി നടന്നു. അല്ലയോ പാണനാരെ, കോഴിക്കോട് മുഴുവൻ പാടിയത് കരോക്കെ ഇട്ടായിരുന്നു? ഇല്ല, പോയ വഴിക്കൊരു ഹാർമോണിയം മേടിച്ചായിരുന്നു. അത് വായിച്ച് വായിച്ചങ്ങ് പാടി. സാമൂതിരി വാണരുളും കോഴിക്കോട് ദേശത്ത് 18 അടവുകളും കഴിഞ്ഞ ചിരിയുടെ തമ്പുരാക്കന്മാർ നാടുവാഴികളെത്തുന്നു. ഇനി റോക്ക് ആൻഡ് റോളിന്റെ ഈ അങ്കത്തട്ടിലേക്ക് സ്വാഗതം. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും പൂവാരപ്പൊട്ടും പോരുളും ആരപ്പുറത്തമ്പോട്ടി തമ്പുരാന്മാരും കാറ്റത്താടും കണ്ണാടിക്കൂടാരപ്പൂരാകും. പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. ഉഗ്ര എൻട്രി ആയിരുന്നു കേട്ടോ. ഒരു നമസ്കാരം. രക്ഷയില്ലായിരുന്നു. ഉഗ്രൻ ഡാൻസും. ഈ നിങ്ങൾ രണ്ടുപേരും വരുന്നത് കോഴിക്കോട് നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ദേശത്ത് തന്നെയാണ്. അതെ. ഈ വടക്കം പാട്ടിന്റെ ഒക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു മണ്ണീന്നാണ്. നിങ്ങളുടെ ബ്ലഡിൽ അതൊക്കെ ഉണ്ടോ ആ വീരത? ഇവനെ ഇവരൊക്കെ ഒരു കുടുംബമായിട്ട് വരും അല്ലേ? അച്ഛൻ തച്ചോളിയായിരുന്നു. വീട്ടിൽ ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ട്. അല്ല, അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ ഇപ്പോഴുള്ള കുടുംബങ്ങളുടെ ഫോട്ടോ ഉണ്ട്. ഈ MT വാസുദേവൻ നായർ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് ചന്തു വള്ളുവനാടൻ ഭാഷ ഉപയോഗിച്ചത്. അതെ. സത്യത്തിൽ ചന്തു അങ്ങനെയൊന്നും അറിയുന്നില്ല ഉപയോഗിക്കേണ്ടിരുന്നത്. അല്ല. അത് ശരിക്കും നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരമാണ് ഇവര് വരുമ്പോ. ശരിക്കും ഒരു ഉൾനാട്ടുകാരനാണല്ലോ ചന്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ സാധാരണ ഭാഷയാ സംസാരിക്കുന്നത്. നമുക്കൊരു പണിയാ, ഇവരുടെ ഭാഷ നമുക്ക് ഭയങ്കര പരിചിതമായിട്ടുള്ള ഭാഷയാണ്. പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ഓൺ ഭാഷയിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ശൈലിയിൽ നമ്മൾ ചന്തുവിന്റെ ഡയലോഗ് ഒന്ന് അവതരിപ്പിക്കും. അല്ലോ, മാറ്റച്ചുരുക ചോദിച്ചപ്പോ മറന്നു ഇന്ന് കടം പറഞ്ഞു ചന്തു. ഇനി എന്തൊക്കെ ഉണ്ട് മക്കളെ പാണ് ഇതിലിപ്പോ ചെങ്ങായിക്ക് ഇവിടെ ഇജ്ജി പുറത്തേക്ക് ഇറങ്ങണോ? ബാക്കി അമ്മ അടിച്ചാൻ പൊട്ടിച്ചോളൂ. കണ്ടു കൊട്ടി എന്തൊക്കെ അമ്മ പറ്റി പറഞ്ഞല്ലേ? പുള്ളിയോട് പറയണെന്തിനാ? ഇവരല്ലേ പാണം പാടി നടന്നു തരണേ. പറഞ്ഞിറങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ആലോചിക്ക്, നമുക്ക് ഈ ടോണില് ചന്തു പറയുന്നത് പൊളിച്ചേരട്ടാ. അതാ നന്നാവും. അതെ, എന്തായാലും രണ്ടുപേരും ഭയങ്കര സമൃദ്ധമായിട്ടുള്ള ഒരു പരിപാടിയോട് കൂടിയിട്ടാണ് ഇതിന്റെ അകത്തേക്ക് വന്നത്. ആ സമയത്ത് ഇവിടെ ഏറ്റവും അധികം വിടർന്ന കണ്ണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയാർച്ചയുടെ കണ്ണുകളാണ്. അപ്പൊ ഉണ്ണിയാർച്ച ഇങ്ങനെ നോക്കി നിൽക്കും തന്നെ ഉണ്ണിയാർച്ചയുടെ മനസ്സിൽ കേൾക്കുന്ന പാട്ട് ഞാൻ കേട്ടായിരുന്നു. അത് ഏതായിരിക്കും? കളരി വിളക്ക് തെളിഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഈ ഉണ്ണിയാർച്ച സൈസ് 0 ആണെങ്കിലും ഉണ്ണിയാർച്ചക്ക് ഇഷ്ടം സൈസ് ഉള്ള ആൾക്കാരെ ക്യൂട്ടി ആൻഡ് ചബ്ബി. അപ്പൊ ക്യൂട്ടി ആൻഡ് ചബ്ബി 2 പേരാ വന്നിരിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരാ. ഇതിലാരാണ് ചപ്പി? അല്ല, ഈ 2 ചബ്ബികൾ വന്നപ്പോ എന്താ തോന്നുന്നേ?
എന്റെ ഉൾക്കാഴ്ചയിൽ കാണാറുള്ള ആ ഒരു വരന്റെ രൂപം എനിക്ക് രണ്ടുപേരിലും കാണുന്നുണ്ട്. പക്ഷേ ഇവന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കാം. ഞാനൊരു പണി പറയാം. നമുക്ക് ആ പാട്ടം ഇട്ട് കൊടുക്കാം. ഏത് കളരി വിളക്ക് തെളിഞ്ഞതാണോ പാട്ടുണ്ടല്ലോ, അപ്പൊ ആ പാട്ടം ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ണിയാർച്ചയ്ക്ക് പറ്റുവാണെങ്കിൽ നിർമ്മൽ സാമൂതിരിയെ വളച്ചെടുക്കട്ടെ. അതെ, അങ്ങനെയാണെങ്കിൽ പാട്ട് വരട്ടെ. ഈ ഓവർ കളിച്ചിട്ടുണ്ടെങ്കിൽ ബാൽ ഡൈവേഴ്സ് ചെയ്യാം. അതെ, എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിർമ്മൽ സാമൂതിരി അവിടെ പോയിട്ട് 2 സ്റ്റെപ്പ് ഇടാനായിട്ട് നോക്കി. പക്ഷെ ആ സമയത്തും ഈ പേസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ അതെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. നല്ല താളമുള്ള ഒരു പാട്ടിട്ട് കൊടുക്കാം. ചങ്ങി ചതിക്കൂടെ ചതിക്കൂടെ വെറുതെ പോയാ ഒരു കാര്യം കൊണ്ടുപോയി. എനിക്ക് ഡാൻസായിട്ട് ഓർമ്മ എന്താ അറിയാമോ, നമ്മുടെ ഈ ഉത്സവം നടക്കുമ്പോഴേ ഹരീഷേട്ടന് നിർമ്മലേട്ടനും അവിടുത്തെ മെയിൻ കമ്മിറ്റിയുടെ ആൾക്കാര് കളിക്കൂല, പിടിച്ചിരിക്കും. ഇതവിടുത്തെ മെയിൻ കുടിയനാണ്. ഫസ്റ്റ് പാട്ടിനെ കളിക്കും. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ തുടക്കം രസമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചിരിയുടെ ഒരുപാട് അമിട്ടുകൾ പൊട്ടാനായിട്ട് ബാക്കിയുണ്ട്. പോകുന്ന വഴിക്ക് കുഴിവമ്പോലും ഉണ്ടോ നോക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിംഹാസനം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സാമൂതിരിമാരെ 2 പേരും അവിടെ ചെന്ന് ഇരുന്നാലും പ്ലീസ്. ഓക്കെ, നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ഇവരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഒരുപാട് തലത്തിലുള്ള കളരികളിൽ പയറ്റി തെളിഞ്ഞ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. അതെ, അത് നമ്മുടെ വാള് കൊണ്ടുള്ള അഭ്യാസവും പരിചയ കൊണ്ടുള്ള അഭ്യാസവും എന്താ ഉറുമി കൊണ്ടുള്ള അഭ്യാസമൊക്കെ അവർക്ക് വളരെ സിമ്പിൾ ആണ്. നമുക്ക് അതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഒരു ചെറിയ ദ്വന്ദ് യുദ്ധമാണ് ഇവിടെ നടക്കാനായിട്ട്. പക്ഷെ ദ്വന്ദ് യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് 2 കൈയും പുറകിൽ കെട്ടിയിട്ടാണ് നമ്മൾ ഈ ദ്വന്ദ് യുദ്ധം നടത്താനായിട്ട്. മനസ്സിലായില്ലേ? പല്ലുകൊണ്ടുള്ള യുദ്ധം. ഹലോ, അത് ഇത് ദ്വന്ദ് യുദ്ധം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ നേരെ ഈ വാളം പരിചയെടുത്ത് ഈ കയ്യിൽ പിടിക്കണം. കാരണം ഇതിൽ കൊണ്ട് ഒരു ഗുണമില്ല. ഞാൻ ഈ വാളം എവിടെ കൊണ്ടുവെക്കും? ഇന്ന് ഈ തുമ്പോലാർച്ച ഇത് പിടിച്ചോ, അല്ല ഉണ്ണിയാർച്ച ഇത് പിടിച്ചോ. അത് നിങ്ങൾ ഒന്ന് പിടിച്ചേ. ഇതെന്തിനാ സംഭവിച്ചാല് എന്നിട്ട് നമ്മൾ ഈ ഭൂഗോളം എടുത്ത് നേരെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് വെക്കും. എല്ലാ മനുഷ്യരുടെ നെഞ്ചിലൊരു ഭാരം ഉണ്ടല്ലോ. എന്നിട്ട് അതിനുശേഷം കാലിന് കൂടുതൽ ഗ്രിപ്പുള്ള ആൾക്കാരെ വിജയിക്കും. അതാണ് മത്സരം. മനസ്സിലായോ? ഇതാണ് ഈ മഞ്ഞ മാർക്ക്. അപ്പൊ ആ ചേകവർക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഏത് ചേകവർക്ക്? ആ ചുമന്ന ചേകവർക്ക്. അല്ലല്ല, ഒരു കാര്യം ചെയ്യാം. ഞാൻ മത്സരിക്കാൻ വയ്ക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അംഗം കളരി കുരുക്കന്മാർ തമ്മിൽ തന്നെ ആവട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ 2 ഗുരുക്കന്മാരും ചേർന്ന് തള്ളുന്ന സമയത്ത് ഇൻ കേസ് എവിടെയെങ്കിലും വെച്ചിട്ട് ബോൾ താഴത്തേക്ക് ചാടിപ്പോയി കഴിഞ്ഞാല് നമ്മൾ അവിടെ വെച്ച് മത്സരം പോസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ആരംഭിക്കും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങട്ടെ, അംഗം മുഴങ്ങട്ടെ.
ഈ മത്സരത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. 2 ബോളുകളാണ് സെന്ററിൽ. ബാക്കി ഒരു മത്സരത്തിലും ഈ പ്രത്യേകത ഉണ്ടായിരിക്കുന്നതല്ല. 3 ബോളുണ്ട്. 3 ബോളുണ്ട്. ശരി. 1, 2, 3. മൊത്തം 3 ബോൾ. മാത്രമല്ല നാവ് കൊണ്ട് ഇതുവരെ തള്ളിയിരുന്ന ആൾക്കാരാണ് ശരീരം കൊണ്ട് ആദ്യമായിട്ട് തള്ളാം. അപ്പൊ കൈ പുറകോട്ട് കെട്ടാൻ പറഞ്ഞ കൈ പുറകോട്ട് കെട്ടാം. കൈ പുറകോട്ട് കെട്ടിക്കോ. ഇനി തള്ളിക്കോ. കാഹളം മുഴങ്ങട്ടെ. അവിടെ നിന്ന് മത്സരം ഈ ബോൾ ഇപ്പൊ ഈ ഭാഗത്ത് വരും. അതേമാതിരി ചെള്ളാതുള്ളത്. തള്ളാൻ ചന്തു ബെസ്റ്റാ. ജയിച്ചിരിക്കുന്നു. ഇതെടുത്ത് പുറകിൽ വെച്ചോ, ബാലൻസ് ചെയ്യാം. നിനക്ക് എവിടെ കൊണ്ടിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അഖില് ക്യാരക്ടർ വിട്ടു പോകുന്നു. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിലും ഏറ്റവും ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ കടത്തരാളൻ ടീം ജയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത അംഗപ്പുറപ്പാടിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നു. ഈ അറ്റത്ത് നിന്നും മാക്കം, ആ അറ്റത്ത് നിന്ന് തുമ്പോൽ ഹർഷ. അംഗം തുടങ്ങട്ടെ. അവിടെ ചന്തുചേകവർ തോറ്റെങ്കിലും ആരാ മാക്കം തിരിച്ചു പിടിച്ചു. ആരാ എന്നെ അനുഗ്രഹിച്ചു വിട്ടത്? ആരാ? ചന്തുവാങ്ങളാ. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ മാത്തു ചേകവരെ? എന്തായിരുന്നു? എല്ലാരും ചന്തുവാങ്ങളാന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്നറിയോ? വേറെ ഒരു കാര്യമല്ല, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിർത്താൻ വേണ്ടിട്ടാ. അതെ, ഒരു കയ്യകല ദൂരത്തിനപ്പുറത്തേക്ക്. സത്യത്തിൽ ഈ ചോർച്ച അടയ്ക്കാനുള്ള പേരിൽ ചാടി വരും. അതെ അതെ അതെ, അതല്ല ആങ്ങളായിട്ട് നിക്കട്ടെ. പെണ്ണുങ്ങളെല്ലാം പുള്ളി ആങ്ങളായിട്ട് കാണാം, പക്ഷെ തിരിച്ചകലല്ലോ. തിരിച്ചു കേട്ടിട്ടില്ല. ഇതേവരെ ഒരൊറ്റ ആളെ പോലും പെങ്ങളായിട്ട് പുള്ളിക്കാരൻ കണ്ടിട്ടില്ല. അടിപൊളി കല്ലു. അപ്പൊ എന്തായാലും രണ്ടുപേരും ഓരോന്ന് വിധം വിജയിച്ച് നിൽക്കണം. ഇനി ഒരു അംഗം കൂടി നടത്തിയാൽ മാത്രമേ ആരാണ് ശരിക്കും ഇതിൽ വിജയിച്ചത് എന്നുള്ള കാര്യം നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതെ, കുഞ്ഞിരാമനെ തന്നെ വിളിച്ചാലോ? കുഞ്ഞിരാമൻ വരട്ടെ, ഈ കൂട്ടത്തിൽ നിന്നും ആരോപണം വരട്ടെ.
കല്ലുച്ചേക്കവരെ പുറപ്പാടിനുള്ള സമയമായിരിക്കുന്നു. കാഹളം മുഴങ്ങട്ടെ, വന്ന് കേറ്. വരൂ എന്ന് കേറിക്കോട്. അംഗം തുടങ്ങട്ടെ. കൈ ബാക്കിക്കട്ടെ, കൈ പിറകിക്കട്ടെ. കുഞ്ഞിരാമ കുഞ്ഞിരാമ പന്തിന് കാറ്റടിക്കാനല്ല പറഞ്ഞത്, അവനെ തല്ലി അപ്പുറത്ത് കളയാ. തോറ്റിട്ട് ഈ മഞ്ഞ വര കിടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൂന്നാം അംഗത്തിൽ ഒരു കാര്യത്തിന് തീരുമാനമായിരിക്കുന്നു. ആരാണ് കൂടുതൽ മുൻപൻ എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കടത്തനാടൻ ടീമാണ്. ഈ മത്സരം കണ്ടുകൊണ്ടിരുന്നപ്പോഴേ കോഴിക്കോട് നിന്ന് വന്ന രണ്ട് സമുദ്രിമാർ, കോഴിക്കോട് അലുവയാണോ? കോഴിക്കോട് അലുവയല്ല, കോഴിക്കോട് സമുദ്രിമാർ രണ്ടുപേരുണ്ട്. ആ രണ്ടുപേർക്കും ഇത് നമുക്ക് കളിച്ചാലോടാ, നമുക്ക് ഇത് കളിക്കണ്ടേ? അത് എന്ത് കാര്യം അറിയോ? തമാശയുടെ കാര്യത്തിൽ അവർ രണ്ട് മത്സരമാണ്. അതെ, അവർ ഈ കാര്യത്തിൽ ഒന്ന് മത്സരിക്കട്ടെ. നന്നായിരിക്കും. കയ്യടി കൊടുക്ക, അങ്ങനെ വരൂ. സാമൂതിരിമാർ തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുകയാണ്. സാമൂതിരിയും നിർമ്മൽ സാമൂതിരി. ഞങ്ങളെ കോഴിക്കോട്ടുകാരെ തമ്മിൽ തെളിക്കാനുള്ള പരിപാടിയാണ്. ചെറുങ്ങനെ കാഹളം മുഴങ്ങട്ടെ, അംഗം തുടങ്ങട്ടെ. വെറുതെ തോറ്റു. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് വേണ്ടിട്ട് തോറ്റു കൊടുത്തല്ലേ? നല്ല തടി ഉണ്ടായിരുന്നു, എന്തായാലും ജയിക്കുന്നുള്ളത്. അടി അല്ലല്ലോ, അവിടുന്ന് വരുമ്പോ ഞാൻ തോറ്റിരുന്നു പറഞ്ഞു. അല്ല, ഇവര് പിന്നെ ജയിക്കും പറഞ്ഞു. തോറ്റരാ തടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ബുദ്ധി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ചന്തുച്ചേക്കവർ. ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചന്തുച്ചേക്കവർക്ക് സ്വന്തമായിട്ട് തിയേറ്റർ വരെയുള്ള മനുഷ്യനാണ്. പിന്നെ തിയേറ്റർ ഉണ്ട്. തിയേറ്റർ എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഇയാൾക്കൊരു ഫോണ് വന്ന് വിളിച്ചത് ആരാറിയ? ഡാഡിയാണ്, ഡാഡി. അതായത് എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്താണെന്നറിയോ? അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രിയില് പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥ, ആ കഥ ചന്തുചേകരെ കുറിച്ചാണ്. ആ കഥയാണ് ഇപ്പൊ ഈ സാമൂതിരി പറയാൻ പോകുന്നത്. ശരി, മത്സരത്തിൽ പിടിച്ചു നിൽക്കുന്ന ചന്തുചേകർ ഫോണ് വന്ന് ഡാഡിയുടെ കോള. ആ ഡാഡി, ഇല്ല ഡാഡി, സോറി ഡാഡി, ഇല്ല 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 ചെയ്യില്ല ഡാഡി, ഉണ്ടാവില്ല ഡാഡി, സോറി, പ്ലീസ് പ്ലീസ് പറയില്ല ഡാഡി, ചീത്ത പറയില്ല ഡാഡി, പ്ലീസ് പ്ലീസ്. എന്താ അറിയോ, തിയേറ്ററിൽ ഭയങ്കര തിരക്കുള്ള സമയത്ത് 10 ഫ്രണ്ട്സിനെ കയറ്റി ഡാഡി വിളിച്ച് ചീത്ത അറിയാ. പോത്ത് പോലത്തെ മനുഷ്യൻ നിന്നിട്ട് ഇല്ല ഡാഡി, സോറി ഡാഡി, ഇത് ചെയ്യില്ല ഡാഡി. പുലിമൂരി ചേകവരെ, ഇതൊക്കെ സത്യമാണോ? ഹരീഷിനെ അറിയാം. സത്യമാണ്, സത്യമാണ്. ആള് പോലെ ഇപ്പോഴും ഡാഡിനെ കണ്ടു കഴിഞ്ഞാൽ മുട്ടിടിക്കും. ഇല്ല, അത് സത്യമാണ് കേട്ടോ. സീരിയസ് ആയിട്ടും എനിക്ക് ഡാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ബൈച്ചേട്ടന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ആളുമാണ്. അപ്പൊ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കേണ്ടി വരും. ചില സമയത്ത് തമ്മിൽ ക്ലാഷ് ആവും. അതാണ് പുലിമുരുകൻ റിലീസായപ്പോ സംഭവിച്ചത്. നമ്മുടെ ഈ ഏറ്റവും ആദ്യത്തെ റൗണ്ടിലെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഏത് ടീമിനോടാണ് കൂടുതൽ കൂറ് തോന്നുന്നത്? അതിപ്പോ ഒരു ടീമിനെ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ? അങ്ങനെയാണ് പറഞ്ഞു. അല്ല, ഇവരുടെ കൂടെ ഏത് മാട്ടയ്ക്ക് പോകണ്ടിരുന്നു നാളെ. അപ്പൊ പിന്നെ കേട്ടായിരുന്നോ, ഇതിലെ ഒരു ടീമിനെ പറയുന്നത് ശരിയല്ലല്ലോ. ആരുടെ കൂടെയാണ് മാട്ടയ്ക്ക് പോകുന്നതെന്ന് നാളെ മാട്ട പരിപാടി ഉണ്ട്. ആരുടെ കൂടെയാണ് മാട്ടയ്ക്ക് പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനങ്ങളിലേക്കൊക്കെ എത്താം. അതിനു മുൻപ് ചെറിയൊരു ബ്രേക്ക്. അതിനുശേഷം പുതിയ അംഗങ്ങളുമായിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഇത് സി കേരളത്തിൽ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. കല്ലു, വാളെടുത്തവൻ വാളാലേ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്.
പക്ഷേ ഉണ്ടല്ലോ ഈ വാളെടുത്തവൻ വിജയിയാകുന്ന ഒരു കഥയാണ് ഇവിടെ. അതാണ്. അതായത് നിങ്ങൾക്കുള്ള മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു വഴുക്കുപാലം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴുക്കുപാലത്തിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ബാലൻസ് ചെയ്ത് ഇതിങ്ങനെ ഞാൻ കയ്യിൽ പോയി കണ്ടോ. അപ്പോ ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിയാകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്നും കൊത്തിപ്പിടിക്കാതെ തന്നെ ഞാൻ പിടിച്ചേക്കാം മാത്തു, നീ പറഞ്ഞു കൊടുക്ക്. ഇങ്ങനെ എടുക്ക, എന്നിട്ട് ഈ വാളിങ്ങനെ വലിച്ചൂരി ഇങ്ങനെ എടുക്ക. അതിനുശേഷം നേരെ കഴിയുന്നത് ഇവിടെ ഇങ്ങനെ നടന്നു പോവാ. ഇങ്ങനെ നടന്നു പോയിട്ട് ഇതിന്റെ അറ്റത്തെത്തി കഴിയുമ്പോ ഇത് ഇങ്ങനെ ചാടുക, എന്നിട്ട് ക്യാപ്റ്റന്റെ കയ്യിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാള് കൊടുക്കുക. എന്തൊരു സിമ്പിൾ ആയിട്ടാ കാണിച്ച ഒരാൾ കൈ പിടിച്ചപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാളെടുത്ത് ക്യാപ്റ്റന് കൊണ്ടുപോയി നൽകാനായിട്ട് സന്നദ്ധരായ 2 പടയാളികളെ നമുക്ക് ആവശ്യമുണ്ട്. അതെ, തുമ്പോലാർച്ച വരുന്നു, പോരാടാ. ഹർഷ തമ്പുരാട്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ തുടങ്ങാൻ പോകുന്നു. ചന്തുവിന്റെ ടീമിൽ നിന്ന് വരുന്നു തുമ്പോലാർച്ച, കടത്തനാടൻ ടീമിൽ നിന്ന് വരുന്നു തുമ്പോൽ ഹർഷ. Your time starts now. ഒന്നേന്ന് തുടങ്ങാം. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഒന്നേന്ന് തുടങ്ങാം. പിടിക്കേ. പതുക്കെ മതി, പതുക്കെ മതി. സ്ലോയിൽ പതിയെ വരെ സൂക്ഷിച്ചു മതി. തുമ്പോലാർച്ച അടിതെറ്റി വീണെങ്കിലും തുമ്പോൽ ഹർഷ വിജയിയായിരിക്കുന്നു. കടത്തനാടൻ ടീം ജയിച്ചു കഴിഞ്ഞു. അപ്പോ കടത്തനാടൻ അമ്പാടിക്ക് ആവേശവും കൂടിക്കഴിഞ്ഞു. അതെ, പക്ഷേ ഇനി 2ാം അംഗത്തിനാണ് ആരാണ് വരുന്നത്? ഇത് അപ്രന്റീസ് കേറി കഴിഞ്ഞു. വലതുകാൽ വെച്ച് ഇവിടെ കുഞ്ഞുണ്ണൂലിയും കേറി കഴിഞ്ഞു. അതെ, your time starts now. അയ്യോ സോറി, അപ്രന്റീസ് ഒന്നുകൂടി. വീടരുത്, ഇതാ വീണ്ടും കടത്തനാടൻ ടീം വിജയിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ചന്തു പ്രതീക്ഷ കൈവിടാതെ മറ്റൊരു സ്ത്രീ ജനത്തിനെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നു. ഇതിന്റെ രസം എന്നറിയോ? അതൊരു അന്തർജനമായിരുന്നു. ഇപ്പൊ അതിനിങ്ങനെ പുറത്തിറക്കി ബാഹർജനമായി. അതെ അതെ, അവിടെ കുറെ നേരമായിട്ട് ഒരാള് ഒരു സാധനം ചുറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ആളെ ഇങ്ങനെ കേറ്റാവോ? അരിങ്ങോട്ടറെ വെല്ലുവിളിക്കുന്നു. ചന്തു ചേകവരുടെ ടീമിൽ നിന്നും അരിങ്ങോട്ടറെ വെല്ലുവിളിക്കുന്നു. കളരി പരമ്പര ദൈവങ്ങളെ കാത്തോണേ. ഓക്കെ, your time starts now.
തിരിച്ച് ആ അവിടെ താങ്ങി. മാത്തു കൈ എന്താക്കി തിരിക്കുന്നെ? അല്ല അമ്മേ രക്ഷയില്ല. നമുക്കൊരു അവസാന റൗണ്ട് മത്സരം കൂടി നടത്താം. ആരാണ് ഇനി വരുന്നത്? സ്ത്രീ ജനങ്ങളൊക്കെ അവസാനിച്ച സ്ഥിതിക്ക് ആശാമാര് മത്സരിക്കട്ടെ. മത്സരിക്കട്ടെ. അർജുൻ ചന്തു. ശരി, മത്സരം തുടങ്ങിയാലോ? മത്സരം തുടങ്ങിയാലും മത്സരം ആരംഭിക്കും മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കോ? എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കോ? ഞാൻ പറഞ്ഞുതരാം. എന്റെ കാല് മാമാങ്കം സിനിമയിൽ അഭിനയിച്ച സമയത്ത് എന്ന് പറഞ്ഞിട്ട് പഴങ്കഥ പറയാനില്ല. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. മാമാങ്ക സിനിമയിൽ അഭിനയിച്ച സമയത്ത് കുതിരയെ കാലുമുടക്കി ചവിട്ടിയപ്പോഴത്തേക്ക് ആ കാര്യം കാലിന് പരിക്ക് പറ്റി. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം കായലിലേക്ക് എടുത്തു ചാടി വഴിക്ക് അണലി കടിച്ചിട്ടുണ്ട്. അതെ, ഇനി അത് ആവർത്തിക്കരുത് പ്ലീസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അല്ല സംഭവം ഇവിടെ വരെ എത്തിയില്ലേ? മത്സരത്തിൽ ചതി കാണിക്കരുത് ചന്തു. മത്സരത്തിലേ ജയിച്ചുള്ളൂ. ഇല്ല നിങ്ങളല്ല ജയിച്ചത്. നിങ്ങൾ നമ്മുടെ മര്യാദയ്ക്ക് അതിനെടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഞങ്ങളല്ലേ ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ റൗണ്ട് മത്സരം. ഈ മത്സരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രം ഈ മത്സരം സമനിലയിലാവും, അല്ലെങ്കിൽ നിങ്ങൾ തോക്കും. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ നിന്ന് ബാണൻ ആരാണ് വരുന്നത്? ആ വിഗ് ബാലൻസിംഗ് പ്രശ്നം ഉണ്ടാക്കോ? പിന്നെ കുഞ്ഞിരാമനും പാണനാരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. Your time starts now. പോയിക്കോ. വാളി പിടിക്ക്. എന്റെ മനുഷ്യ കൈ കൊണ്ട് വാളിപ്പിടി. കമ്പിപ്പിടി. എത്തി. കാണിക്കാതെ പോ. മൊത്തം 5 റൗണ്ട് മത്സരങ്ങൾ നമ്മൾ നടത്തി. 5-ൽ 2 എണ്ണവും വിജയിച്ചത് അമ്പാടി. കടത്തനാടൻ ടീം കടത്തനാടൻ. മാത്തു, അങ്ങനെയാണെങ്കിൽ
ഉണ്ണിയാർച്ച ഇപ്പോഴും കുഞ്ഞിരാമന് സ്വന്തം. അതെ, ഒരു തരത്തിലും ചന്തുവിന് അത് സ്വന്തമാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും 2-1 എന്ന സ്കോറിന് തോറ്റു. പക്ഷെ മാനൻ രക്ഷിച്ചില്ലേ? അത് തന്നെ. അതും എന്റെ ഈ കാല് എങ്ങനെ? അമ്മേ, ജയിച്ചു. അല്ല, അത് എന്താ വെച്ചാലേ ഈ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ ഞാൻ അഭിനയിച്ചപ്പോ അതിനകത്ത് അല്ല, ഞാൻ വേറെ സംഭവം ഞാനും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മുത്തശ്ശിമാര് ഈ മാമാൻ കഴിയുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എനിക്ക് മാമാങ്കം സിനിമയിൽ അഭിനയിച്ചു. കോന്തി നായർ എന്ന് പറഞ്ഞ കഥാപാത്രത്തോട് ഞാൻ ചെയ്ത കുതിരേനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വലിയ സ്റ്റൈലിൽ ചെന്നിട്ട് കുതിരയിലേക്ക് കയറാനായിട്ട് നോക്കിയാണ്. ഒരിക്കലും കോന്തി നായർക്ക് കുതിര കയറുന്ന സീൻ ഇല്ലായിരുന്നു. ഒറ്റ ചാട്ടത്തിന് ചാടിയപ്പോ അതിന് കെട്ടിയിരുന്ന ആ കമ്പി ഉണ്ടായിരുന്നു, ആ ഇരുമ്പ് കമ്പിയില്ലേ, അത് വന്നിങ്ങോട്ട് വന്നിട്ട് ഫോഴ്സിൽ കാലിൽ തന്നെ അങ്ങോട്ട് വന്നു. ഭയങ്കര ഇതില്ലേ നിങ്ങൾ പറഞ്ഞ മരത്തടിയിലെ ഉള്ള വലിയ അല്ല, അതിനുശേഷം പോയി വലിയ ആ കഥയുടെ സുഖം പോയി. അണലി കടിച്ച് വേറൊരു കഥയുണ്ട്. ഇനി ഒരു കഥയും കൂടെ അണലി കടിച്ചു. അതായത് മധുരാജ എന്ന സിനിമയിലെ എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഐസ്യൂല് 2 ദിവസം ഐസ്യൂലില്ലേ അണലി കടിച്ചിട്ടുണ്ടോ നമ്മുടെ കൂടെ പോകാൻ പറ്റില്ലേ? ഇല്ലേ? ഒരാൾ മരിച്ചു. സാമൂതിരിമാരോട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഈ 2 ടീമുകളുടെയും ഇതുവരെയുള്ള പ്രകടനം വെച്ചിട്ട് നിങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇല്ല. ഞങ്ങൾ ഇതുവരെ കണ്ട വെച്ചൊക്കെ വലിയ മിടുക്കൊന്നും കണ്ടിട്ടില്ല. പോരാ ഒരു ഗുമ്മായിട്ടില്ല. ഇല്ലല്ല, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒന്നും കിട്ടിയില്ല. കോഴിക്കൂട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള 1 നോക്കി വെച്ചോ. ശരി, എന്തായാലും കോഴിക്കോട്ടിലേക്കാണോ ഇവരുടെ യാത്ര എന്നറിയാനായിട്ട് തൽക്കാലം നമുക്ക് നാളെ വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഒരു ഇടവേള കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇനി ഈ അങ്കത്തട്ടിലെ യുദ്ധം നാളെ.